ഒരു മതവിഭാഗത്തിൻ്റെ 500 വർഷത്തോളം പഴക്കമുള്ള ആരാധനാലയം പൊളിച്ചെടുത്ത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ പൂർത്തീകരിക്കാത്ത ആരാധനാലയത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. 2025 അവസാനമാകുമ്പോഴേക്ക് മാത്രമേ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുവത്രേ. എന്നാൽ അതിനു മുമ്പ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ കാത്തിരിക്കാൻ സമയമില്ല. കാരണം മതവികാരത്തെ തീവ്ര വർഗീയ വികാരമാക്കി മാറ്റി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ഉപകരണമായി രാമനെയും അയോധ്യയെയും മാറ്റിയതിൻ്റെ തുടർച്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ അതിവേഗം അസഹിഷ്ണുത നിറഞ്ഞ ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ സംഘപരിവാർ കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്തുക്കളിൽ ഒരാളായ ടി പത്മനാഭൻ ഇന്നലെ തുറന്നടിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കാക്കി ശ്രീരാമനെ മാറ്റിയിരിക്കുന്നു. വച്ചയുടൻ വിറ്റുപോകുന്നത് ശ്രീരാമന്റെ പേരാണ്. ശ്രീരാമന്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ജയറാം ശ്രീ വിളിച്ച് അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ തുറുപ്പിച്ചിട്ട് ശ്രീരാമന്റെ പേരും അയോധ്യയിലെ രാമക്ഷേത്രവും ആയിരിക്കും. ടി പത്മനാഭന്റെ ഈ പ്രതികരണം ഇന്നലെ കണ്ണൂരിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ ആയിരുന്നു. 92 വയസ്സ് പിന്നിട്ട കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ പ്രതികരണം മുക്കി. മലയാള മനോരമയിൽ മഷിയിട്ട് നോക്കിയിട്ടും ഒരു വരി പോലും കണ്ണിൽ പെട്ടിട്ടില്ല. അഭിനവ കാവ്യഭൂമിയിൽ ഉൾപേജിൽ ആ വാർത്തയുണ്ട്. പക്ഷേ തലക്കെട്ടിൽ പോലും വെള്ളം ചേർത്തു. ശ്രീരാമന്റെ പേര് വിൽപ്പന ചരക്കായി എന്ന്. ചരക്കാക്കി എന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത്. പക്ഷേ അത് കർത്തനി പ്രയോഗത്തിൽ നിന്നും കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റി വിമർശനത്തിന്റെ മുനയൊടിച്ചു. പേട്ട പത്രമായ കേരള കൗമുദി ലോക്കൽ പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയോധ്യ തുറുപ്പ് ചീട്ടാക്കാൻ നീക്കം എന്നാക്കി ചുരുക്കിയിരിക്കുന്നു. മൗദൂദി പത്രത്തിനും അതൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. അത് മാത്രമോ, ഈ മാധ്യമങ്ങളെല്ലാം രാമഭക്തിയിലോ മോഡി ഭക്തിയിലോ അല്ല, മറിച്ച് ഭയത്തിൻ്റെയും ഭീതിയുടെയും നിറവിലാണ്. ആ ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നും രൂപം കൊണ്ട അമിതാവേശമായി അയോധ്യ വാർത്തകളെയും ഇക്കൂട്ടർ മാറ്റിയിരിക്കുന്നു. ഇന്ന് കാലത്തു മുതൽ കൈരളി പീപ്പിൾ TV ഒഴിച്ചുള്ള മുഴുവൻ ചാനലുകളും ഇതേ ഭയഭക്തിയിൽ മുഴുനീള തത്സമയ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാവ്യഭൂമി പത്രം ഇന്ന് ഈ ചടങ്ങിന്റെ വാർത്ത 1-ാം പേജ് ലീഡ് വാർത്തയാക്കിയപ്പോൾ അതിന് കൊടുത്ത തലക്കെട്ട് നോക്കൂ, മുഹൂർത്തം എന്ന്. 1-ാം പേജിന്റെ 2/3 ഭാഗവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നീക്കിവെച്ചിരിക്കുന്നു. എഡിറ്റ് പേജ് അപ്പാടെ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നു. അതിലൊരു ലേഖനം മുൻ മലയാളം അധ്യാപകൻ MN കാരശ്ശേരിയുടേതാണ്. ഗാന്ധിജിയുടെ രാമൻ എന്നാണ് തലക്കെട്ട്. ആ ലേഖനത്തിൽ ഈ മാഷ് ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പത്തെക്കുറിച്ചൊക്കെ വാചാലമായിട്ടുണ്ട്. എങ്കിലും ഭീതി അദ്ദേഹത്തെയും പിടികൂടിയിരിക്കുന്നു എന്ന് വ്യക്തം. ബാബറി മസ്ജിദ് തകർത്തതിനെയോ വിശ്വാസത്തെ ഭരണവും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കുന്നതിനെയോ ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യത്തെ കേവലം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിനെതിരെയോ വിമർശനം അദ്ദേഹത്തിന് ഇല്ലാതായിരിക്കുന്നു. അതിന് നട്ടെല്ലില്ലാതായിരിക്കുന്നു. അതല്ലെങ്കിൽ എഴുതുന്ന ലേഖനത്തിന് കിട്ടുന്ന കാശിന്റെ വലുപ്പം നോക്കി പത്രമുതലാളി പറയുന്നതനുസരിച്ച് നട്ടെല്ല് ഒടിച്ചിരിക്കുന്നു. രാമമന്ത്രം ചൊല്ലി അയോധ്യ എന്ന തലക്കെട്ടിൽ 1-ാം പേജിൽ ആഘോഷിച്ച മലയാള മനോരമയും കാവ്യഭൂമിയെ കടത്തി വെട്ടിയിരിക്കുന്നു. എഡിറ്റ് പേജ് പൂർണ്ണമായും അതിനായി നീക്കിവെച്ചു. മുഖപ്രസംഗം വരെ എഴുതി ആ പത്രം കുഴലോത്തു നടത്തിയിരിക്കുന്നു. പക്ഷേ മുഖപ്രസംഗത്തിൽ പറയുന്ന 3 വരികൾ മാത്രം നമുക്ക് നോക്കാം. വിശ്വാസവും നിയമവും യുക്തിയും ഇഴചേർത്തുള്ളതായിരുന്നു സുപ്രീം കോടതി വിധി. നൂറ്റാണ്ടുകളായുള്ള തർക്കത്തിൽ
വസ്തുതാപരമായ തീർപ്പ് അസാധ്യമെന്ന് കണ്ടു. ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്താണ് പണ്ട് ശ്രീരാമൻ ജനിച്ചതെന്ന വിശ്വാസത്തിന് ഊന്നൽ നൽകി പുറപ്പെടുവിച്ച കോടതി വിധി നടപ്പാക്കിക്കൊണ്ടാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ 3 വരികളിൽ സത്യത്തിൽ എല്ലാം ഉണ്ട്. അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വിഭാവനം ചെയ്യുന്ന ഒരു വിധിയല്ല അത് എന്ന്. വിശ്വാസത്തിനും യുക്തിക്കും ഊന്നൽ നൽകിയല്ല പരമോന്നത നീതിപീഠം വിധി പ്രഖ്യാപിക്കേണ്ടത്. നിയമത്തിന്റെ തലനാരിഴ കീറിയാണ്. അങ്ങനെ തലനാരിഴ കീറിയപ്പോൾ കണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാബറി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് മുമ്പ് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവും ഇല്ല എന്ന്. 2, ബാബറി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ്. പിന്നെങ്ങനെ അവിടെ അമ്പലം പണിയാൻ അനുവാദം നൽകി? ആ വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ബെഞ്ചിന്റെ തലവനായ ചീഫ് ജസ്റ്റിസ് വിരമിച്ച് മാസങ്ങൾക്കകം BJPയുടെ MP ആയിട്ടുണ്ട്. ആ ചീഫ് ജസ്റ്റിസിനെതിരെ വിധി പുറപ്പെടുവിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് സ്ത്രീ പീഡന പരാതി ഉയർന്നു. അന്ന് ചീഫ് ജസ്റ്റിസിന് വേണ്ടി ആവേശത്തോടെ രംഗത്തിറങ്ങിയത് അമിത് ഷാ ആയിരുന്നു. അതോടെ ആ പരാതിക്കും തെളിവില്ലാതായി. ഇങ്ങനെ ആ വിധി വന്നതിന് പിന്നിൽ ഒട്ടേറെ ഗൂഢ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെയും ഭരണഘടനയെ തന്നെയും അട്ടിമറിച്ച് സൃഷ്ടിച്ചെടുത്ത വ്യാജ വിധി, ആ വിധിയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വർഗീയ താണ്ഡവം, അതാണ് നാം കാണുന്നത്. അതിനെയാണ് ഈ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നത്. ബ്രിട്ടീഷുകാർ കോളനിവൽക്കരണ കാലത്ത് സൃഷ്ടിച്ച മതാധിഷ്ഠിത കാലഘട്ടത്തെ ഹിന്ദുത്വത്തിന് അനുകൂലമായി തിരുത്തുക എന്ന ലക്ഷ്യം നേടാനുള്ള കുറുക്കു വഴികളിലൂടെയാണ് സംഘപരിവാർ മുന്നോട്ടു പോകുന്നത്. അത്തരം കുറുക്കു വഴികൾക്കാണ് ഈ മാധ്യമങ്ങൾ ഓശാന പാടുന്നത്. സംഘപരിവാർ ചരിത്രത്തെ വക്രീകരിക്കുകയും തിരുത്തുകയും ചെയ്യുന്നു. രാജ്യത്തെ ഇസ്ലാമിക നിർമ്മിതികളെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചു നിർമ്മിച്ചതാണെന്ന് വരുത്താൻ നോക്കുന്നു. അയോധ്യയിൽ 500 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചത് ക്രിമിനൽ പ്രവൃത്തിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും ഈ മാധ്യമങ്ങൾ കൂടി ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രപരമായ തെറ്റ് തിരുത്തിയെന്ന്. ഇതിന്റെ തുടർച്ചയായി അഹിന്ദുക്കളുടേതായ എല്ലാ നിർമ്മിതികളും ദയാരഹിതമായി തകർക്കാൻ ഈ കൂട്ടർ ശ്രമിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ നട്ടെല്ല് വളച്ച് നിൽക്കുമെന്നും ഉറപ്പായിരിക്കുന്നു. 1992 ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അതിനെ വിമർശിച്ച ഈ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ നട്ടെല്ല് വളച്ച് കുനിയാൻ പറയും മുമ്പേ കമിഴ്ന്ന് കിടന്ന് പാദപൂജ നടത്തുകയാണോ? യുക്തി ചിന്തയോ വിവേചന ബുദ്ധിയോ അല്ല, അബദ്ധജടിലമായ അന്ധവിശ്വാസം മാത്രമാണ് ലോകത്തെ മനസ്സിലാക്കാനുള്ള വഴിയെന്ന അവബോധമാണ് സംഘപരിവാറിനു വേണ്ടി ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥ ചരിത്രവും മഹത്തായ ഇന്ത്യൻ തത്വസംഹിതകളും തുടച്ചു നീക്കി മിത്തുകളെയും പുരാണങ്ങളെയും പകരം വയ്ക്കുകയാണ്.